എന്റെ അമ്മ നല്ലതേ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ അമ്മയും എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാ. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്റെ കൂടെ. അയ്യോ കുഞ്ഞെ, എന്താ മോളി കാണിക്കുന്നേ? മോളെ അനുഗ്രഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എന്നാലും അമ്മയുടെ പ്രാർത്ഥന എന്നും മോളുടെ കൂടെ ഉണ്ടാവും. അമ്മ, ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ആ കുട്ടി ഇവിടെ വന്ന് കയറിയപ്പോ ഈ വീട്ടിലും മനസ്സിലും ഒക്കെ പ്രകാശം വന്ന് നിറഞ്ഞതുപോലെ. എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ അറിവും വിവേകബുദ്ധിയും ഉള്ളത് ശാലിനിക്ക. അവളാ ഇപ്പൊ എന്റെ ഏക ആശ്വാസം. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോടി നീ. പിന്നല്ലാതെ ഞാൻ ആരാന്നാ കരുതിയിരിക്കുന്നേ? നീ വലിയ പുള്ളി തന്നെ. ആട്ടെ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ കോളേജിലെ ഫസ്റ്റ് ഡേ? മരണമാസ്. അച്ഛൻ തകർത്തില്ലേ? തെലുങ്ക് പടം പോലെ. അച്ഛനോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഭാനുമതിയമ്മേ. ശാലിനി എന്തിനാ വന്നതെന്ന് അറിയില്ലല്ലോ. കൊള്ളാം. കോളേജിൽ എന്തായാലും ഇനി ആരും നിന്നെ തൊടാനായിട്ട് ധൈര്യപ്പെടില്ല. ഇതൊക്കെ വിചാരിച്ച് ഇനി അഹങ്കരിച്ചേക്കല്ലേ. മര്യാദക്കിരുന്ന് പഠിച്ചോണം. ആ, അതൊക്കെ ഞാൻ ഏറ്റു കുഞ്ഞേച്ചി. മോളെ, സത്യമ്മയുടെ വീട്ടിലെന്താ കുഴപ്പം? അവിടെ പതിവ് കുഴപ്പങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ പ്രീതിയുടെ കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ഇപ്പൊ ഒരു സമാധാനക്കേട് കൂടിയായി. ഒരു വശത്ത് അർജുനേട്ടന്റെ കല്യാണാലോചന മുറുകി വരിക. വസുമതി ആന്റി ആണെങ്കിൽ വെഡിങ് കാർഡ് അടിച്ച് വിതരണവും തുടങ്ങി. ഗർഭിണികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നാണല്ലോ. പക്ഷെ ഒന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല ആ പാവം പ്രീതിക്ക്. പ്രീതിയുടെ പ്രസവത്തിന്റെ കാര്യോർത്ത് സത്യം പറഞ്ഞ നല്ല ടെൻഷൻ ഉണ്ടമ്മേ. സുസ്മിത എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നത് വരെ പ്രീതി ഗർഭിണിയാണെന്ന കാര്യം സത്യമ്മ അറിയാതിരിക്കുകയും വേണ്ടേ? കുഞ്ഞു പിറന്നാ മാത്രം പോരല്ലോ മോളെ. ആ കുഞ്ഞിന്റെ അച്ഛനൊപ്പം പ്രീതിക്ക് ജീവിക്കാനും കഴിയണ്ടേ? അതെ അമ്മ. മോളെ, അമ്മ ആൽത്തറ അമ്പലത്തിൽ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. വിളിച്ച വിളിപ്പുറത്തുള്ള ദേവിയ. അവിടെ തുലാഭാരം നടത്തി തൊട്ടില് കെട്ടി പ്രാർത്ഥിച്ച ദീർഘമാംഗല്യവും സന്താന ഭാഗ്യവും എല്ലാം ഉറപ്പാ. പ്രീതിയെ കൂട്ടിക്കൊണ്ടുവരാൻ മൂക്ക് കഴിയോ? ആ, അതിനിപ്പോ എന്താ അമ്മ? അമ്മയ്ക്ക് സൗകര്യമാണെങ്കിൽ പറ, നാളെ തന്നെ ഞങ്ങൾ വന്നേക്കാം. എനിക്കെന്താ സൗകര്യക്കേട്? നാളെ തന്നെ പോയേക്കാം. ഹോട്ടല് നോക്കാനാണെങ്കിൽ ഇപ്പോ ഷാരി കൂടെ ഉണ്ടല്ലോ. ഷാരിക ഇവിടെ ഉണ്ടോ? ആ, അവളിനി എന്നും ഇവിടെ ഉണ്ടാവുന്നാ തോന്നുന്നത്. അമ്മ എന്തായി പറയുന്നേ? എടി, രാജീവ് സാറിന്റെ അമ്മയുടെ അടുത്ത് മര്യാദകേട് കാണിച്ച ശേഷം അവൾ ഇറങ്ങി വന്നത്. എന്നിട്ടും സാറത് ക്ഷമിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇവിടെ വന്നു. ആ സാറിനെ അവള് തറതല പറഞ്ഞ് ഇറക്കി വിട്ടു. ആണുങ്ങൾ എത്രമാത്രം ക്ഷമിക്കുന്ന? രാജീവ് സാറിന് അമ്മയുടെ ഞാൻ എന്ത് മര്യാദകേടാ കാണിച്ചെന്നും അതെന്തിനാന്നും അമ്മയ്ക്കറിയാലോ.
അതാർക്ക് വേണ്ടിയാണെന്നും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയെങ്കിലേ അത് ഞാനങ്ങ് സഹിച്ചു. എനിക്ക് വേണ്ടി ആരോടും സ്വന്തം കുടുംബം തകർക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഭക്ഷണത്തിൽ എലിവിഷവും ഭാഷാണോ വിളമ്പി വിരുന്നുകൂട്ടുന്നതാണോ അമ്മേ കുടുംബം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുടുംബം ഇനി വേണ്ട. എടി, ഷാരിക്ക് വന്നു കയറാൻ ഇപ്പൊ ഈ വീടേ ഉള്ളൂ. ഇവിടെ ഉള്ളവർക്കും ഞാനൊരു ബാധ്യതയാണെങ്കിൽ ചത്തൊഴിഞ്ഞങ്ങ് തന്നേക്കാം. മോളെ, ചേച്ചി അതിന് സമ്മതിക്കാതെ എന്നെ എന്തിനാ എവിടെയിട്ട് ഇങ്ങനെ നീറ്റുന്നേ? വിട് ശരിയേച്ചി. അമ്മ, എന്താ അമ്മ ഇതൊക്കെ? എടി, ഞാൻ അതിന് അവളോട് ഇവിടെ താമസിക്കണ്ടെന്ന് വല്ലതും പറഞ്ഞോ? എന്നെ മനസ്സിലാക്കാൻ മാത്രം ഇവിടെ ആരുമില്ലല്ലോ ദൈവമേ. അമ്മയും തുടങ്ങി കരച്ചില്. ഈ വീട്ടിൽ ഇവർക്കെല്ലാം ഇതിന് മാത്രം കണ്ണീര് എവിടെ നിന്ന് കിട്ടുന്നു? മുഹൂർത്തം 11:30. ആൽത്തറ അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലും തുടർന്നുള്ള സദ്യയിലും സകുടുംബം പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ നീ ക്ഷണിക്കാത്ത ഒരാൾ കൂടി ഉണ്ടാവും. ഇവളുടെ കൂടെ ഇവളുടെ ഭർത്താവ്. എന്റെ മകൾ അന്ന് സുമംഗലിയായിരിക്കും വസുമതി. തള്ളയുടെ മനസ്സ് തിളച്ചു തൂവാൻ തോന്നുന്നു. കുറച്ച് പെട്രോൾ ഒഴിച്ചാലോ? ആന്റിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ആന്റി. ആന്റിയെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. ആ വസുമതി ആന്റി അർജുന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ ഭാമാന്റിയുടെ മുഖത്തടിച്ചതുപോലെയാ. അതിന് തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അർജുന്റെ വിവാഹത്തിന് മുമ്പേ പ്രീതിയുടെ 2ാം വിവാഹം നടക്കണം. പക്ഷേ ഇവിടെ ആരെങ്കിലും അതിന് പിന്തുണ തരുമോ? വസുമതി ആന്റിയുടെ വീട്ടിലാണെങ്കിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാ. അർജുനും ചിത്രയൊക്കെ പുതിയ ബന്ധത്തിന് സപ്പോർട്ടാ. എന്നിട്ടും അർജുനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടക്കുക പ്രീതി. അവക്ക് സ്വസ്ഥമായോ സമാധാനമായോ ഒന്ന് ചിന്തിക്കാൻ പോലുള്ള അവസരം കൊടുക്കുന്നില്ല ശാലിനി. അർജുൻ അർജുൻ എന്ന് പറഞ്ഞ് അവള് പ്രീതിയുടെ ഉള്ളിൽ നൊസ്റ്റാൾജി വളർത്തിക്കൊണ്ടിരിക്കുക.
വിഷ്ണുവേട്ടനും അങ്കിളും ഒക്കെ അത് വിശ്വസിച്ച് ആന്റിക്കെതിരെ. എന്തിനധികം ഈ വീട്ടിലെ വേലക്കാരിയും കാര്യസ്ഥനും എല്ലാം അവർക്കൊപ്പമാ. സ്വന്തം മോളുടെ നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ആന്റി അവർക്ക് മുന്നിൽ വില്ലെത്തി. ഇത്രയും ആൾക്കാർ എതിർത്ത് നിൽക്കുമ്പോ ആന്റിക്ക് പ്രീതിയുടെ 2ാം വിവാഹം നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് ഒരു വഴിയുള്ള ആന്റി. എങ്ങനെയുണ്ട്? അമ്മ എന്ത് വഴി കാട്ടി തന്നൂന്നാ? പേരുവഴിയോ? ഇവിടെ ഉള്ളവർക്കും ഞാനൊരു ബാധ്യതയാണെങ്കിൽ ചത്തൊഴിഞ്ഞങ്ങ് തന്നേക്കാം. അതിന് സമ്മതിക്കാതെ എന്നെ എന്തിനാ എവിടെയിട്ട് ഇങ്ങനെ നീറ്റുന്നേ? എന്റെ മകൻ അർജുൻ ശങ്കറിന്റെ വിവാഹമാണ് ഈ വരുന്ന 1-ാം തീയതി. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? അത് ശരി. അപ്പൊ ഇവിടെ വന്നിരുന്ന് കരയായിരുന്നല്ലേ? ദേ നോക്കു പെണ്ണെ, ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്ക. നീ എന്നും സുമംഗലിയായിരിക്കും. അർജുനേട്ടനും കാണും കൂടെ, ഒപ്പം നിങ്ങളുടെ കുഞ്ഞു. അതിനാ സന്താനലക്ഷ്മി പൂജയ്ക്കുള്ള എല്ലാം ചെയ്ത് അമ്മ അവിടെ അമ്പലത്തിൽ കാത്തു നിൽക്കുന്ന. വരുന്നുണ്ട് കേട്ടോ. നമുക്കിറങ്ങാം, വാ. ഇപ്പൊ തന്നെ സമയം താമസിച്ചു. ആഹാ, എങ്ങോട്ടാ രണ്ടുപേരും? നല്ലോണം ഒരുങ്ങിയിട്ടൊക്കെ ആണല്ലോ. എന്താ വിശേഷം? വിശേഷം? അപ്പൊ അത് സുസ്മിത കണ്ടില്ലേ? ടിവിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ വാർത്തയായിരുന്നല്ലോ. ഞങ്ങൾ ഇന്നേ ഞങ്ങളുടെ ലക്ക് പരീക്ഷിക്കാൻ പോവാ. ദുൽഖർ സൽമാന്റെ നായികയായിട്ട്. ദുൽഖറിന്റെ നായികയായിട്ടോ? ഏത് സിനിമയില്? ഇന്നത്തെ ഹീറോയിന്റെ ഓഡിഷൻ കഴിഞ്ഞ മമ്മൂട്ടിയുടെ വെബ്സൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് പേരടിച്ചു വരും. അത് തൽക്കാലം നീ അപ്പ അറിഞ്ഞാ മതി. നീ വാ പ്രീതി, നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. പോട്ടെ. ആക്കി നമ്പറിട്ടുള്ളൊരു പോക്കാണല്ലോ. എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ.
ശാരദാമ്മേ, പൂജയ്ക്കുള്ള സമയമായല്ലോ. അവരെ ആരെ ഇനിയും കണ്ടില്ല. സമയത്ത് തന്നെ വരുമെന്ന് പറഞ്ഞതാ തിരുമേനി. ഓ, ശാരദാമ്മ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. ആ ശരി. ആ അമ്മേ. ആ മോളെ, നിങ്ങൾ എത്താറായോ? വന്നോണ്ടിരിക്കാം. എത്താറായി. ആ ശരി. ആ പിന്നെ മോളെ, അർജുനെ വിളിച്ചോ നീ? ആ ഇല്ലമ്മേ. അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചായി വഴിപാട് നടത്തേണ്ടെന്ന്. അർജുനെ കൂടി വിളിക്കടി. ശരി, ഇപ്പൊ വിളിക്കാം. ശരി. അർജുനേട്ടനെ കൂടി അമ്പലത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു അമ്മ. ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് ചെയ്യേണ്ട വഴിപാടാണത്ര ഇത്. ഹലോ. ഹലോ. ശരി, ഞാൻ വരാം. ശരി. എന്തു പറഞ്ഞു ശാലിനി? വരാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. എന്തോ കേസുണ്ടത്രേ. പ്രീതി, സങ്കടായോ? ഏയ് ഇല്ല. പാവയുടെ കാര്യമായതുകൊണ്ട് ഒന്ന് വന്നു പോവാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ അർജുനന്റെ അടുത്ത് കേസ് കൊടുക്കുവേ. കൊടുക്കും. പ്രീതി, അർജുനേട്ടാ. ആ നിങ്ങളിപ്പോ എത്തിയുള്ളൂ? ഇപ്പൊ വന്നതേ ഉള്ളൂ. പ്രീതി. അർജുനേട്ടാ. എന്താ പ്രീതി? അർജുനേട്ടനെ വിട്ടുകൊടുക്കാൻ വയ്യ എനിക്ക്. ആർക്കും. ഏയ്, എന്താ ഇത്? അതെ, ഇത് അമ്പലമാ. ഇവിടെ കെട്ടിപ്പിടുത്തവും ചുംബനവും ഒക്കെ നിരോധിച്ചിരിക്കുന്നതാ. വാ. ഈ വരുന്ന കുട്ടി ശാരദാമ്മയുടെ മകള് തന്നെയെന്ന് കൂട്ടിക്കോളൂ തിരുമേനി. ആ ആ. ശാലിനിയുടെ ഭർത്താവിന്റെ അനിയത്തിയാ പ്രീതി. ഓഹോ. 2 തവണ ഗർഭം അലസിയതാ. ഇനി അതുണ്ടാവില്ല.
ഇവിടുത്തെ വഴിപാടിനെ പറ്റി ദൂരദേശങ്ങളിൽ വരെ ഖ്യാതിയുണ്ട്. ക്ഷിപ്രപ്രസാദിനിയായ ദേവിക്ക് മുന്നിൽ വഴിപാട് കഴിച്ച് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ സുമംഗലികൾക്ക് വരെ സന്താനഭാഗ്യമുണ്ടായിട്ടുണ്ട്. ദേവി, മോളെ. അമ്മേ, ആർക്കാണ് വഴിപാട്? ദേ ഇവക്കാ. പൂജയുടെ ഭാഗമായി സുമംഗലിക്ക് തുലാഭാരം കഴിക്കണം. ഒടുവിൽ ഒരു തൊട്ടിലെടുത്ത് ആൽമരത്തിൽ കെട്ടുന്നതോടെ പൂജാവിധികൾ പൂർണ്ണമായി. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചാണ് തൊട്ടിൽ കെട്ടേണ്ടത്. രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചോളൂ.